55 സങ്കീർത്തനത്തിന്റെ 22 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആകുലങ്ങളും ഭാരങ്ങളും മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ നേരിടുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എന്താണ്? നാം പ്രാർത്ഥിക്കണം. ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവം മുൻപേ കരുതി വെക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി കരുതി വെക്കുക. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ തന്നെ സർവജ്ഞാനിയായ ദൈവം, മുൻകൂട്ടി അറിയാവുന്ന ദൈവം, ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു കുഞ്ഞാടിനെ അറുക്കുവാൻ തീരുമാനിച്ചെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. അങ്ങനെയാണ് ദൈവത്തിന്റെ കരുതൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഗുപ്തമായ നന്മകളെ, നിധിയെ ദൈവം കരുതി വെക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നേരത്തെ കരുതുന്ന ദൈവം. പൊതുവിൽ ഒരു പുതിയ കരുതൽ വെക്കുകയല്ല, ദൈവം നേരത്തെ കരുതി വെച്ചിരുന്നു. ഹല്ലേലൂയ. സാഹചര്യങ്ങളുടെ പ്രദേശ യാത്ര അല്ലെങ്കിൽ മരുഭൂമി യാത്രയിൽ മാറയിൽ വന്നപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുകയില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ മാറയുടെ അടുത്ത് തന്നെ ദൈവം ഒരു വൃക്ഷം നട്ടുവെച്ചിരുന്നു. അതിന്റെ കൊമ്പ് വെട്ടി ഇട്ടാൽ മതി, വെള്ളം കുടിക്കാൻ ഉപയോഗമുള്ളതായി മാറും. പെട്ടെന്നൊരു മരം കിളിർത്തു വന്നതല്ല, ദൈവം നേരത്തെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയല്ല അങ്ങനെ തന്നെയാണ്. സകലതും മുൻപേ അറിയുന്നവൻ, നമുക്ക് വേണ്ടിയുള്ള കരുതൽ അവൻ കരുതി വെച്ചിട്ടുണ്ട്. റോമാലേഖനം 8:32 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു നൽകിയവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? തീർച്ചയായും തരും. ആമേൻ. യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കരുതിയെങ്കിൽ നമ്മുടെ പാപം മോചിക്കാനും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനും നമ്മുടെ മരണം മാറ്റി നിത്യജീവൻ നമുക്ക് തരാനും തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്നെങ്കിൽ അവനോടുകൂടെ നമ്മുടെ കൊച്ചു കാര്യങ്ങളോ നമ്മുടെ ആവശ്യങ്ങളോ ഈ ഭൂമിയിലെ കാര്യങ്ങളോ നടത്താതിരിക്കുമോ? നടത്തിത്തരും. ദൈവം വിശ്വസ്തനാ. എനിക്കും നിങ്ങൾക്കും വിശ്വാസം വർദ്ധിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണും. ആമേൻ. ഒരാമേൻ പറഞ്ഞേ, നിങ്ങൾ ഭാരപ്പെടുന്ന, നടക്കുമോ ഇല്ലയോ, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ആകുലപ്പെടുന്ന വിഷയത്തിൽ ദൈവം നിങ്ങൾക്കൊണ്ട് ഒരു അത്ഭുതം ചെയ്യും. കാരണം നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട്. ആ കരുതൽ ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കൊണ്ട് കരുതുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് അപ്പോസ്തലനായ പത്രോസ് തന്റെ 1 ലേഖനം 5-7 വാക്യത്തിൽ പറഞ്ഞു. കർത്താവ് കരുതുന്നതാണ്, ഒരു കരുതൽ. ഹല്ലേലൂയ. കരുതുന്ന ദൈവം തക്ക സമയത്ത് അവൻ കരുതുന്നു, തക്ക സമയത്ത് നമുക്ക് വെളിപ്പെടുത്തും. പക്ഷെ അവന്റെ കരുതൽ മുൻകൂട്ടി ഉള്ളതാണ്. ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എവിടെ ആയിരിക്കണമെന്നും നിങ്ങളുടെ തലമുറ എവിടെ ആയിരിക്കണമെന്നും അവർക്ക് എന്ത് ലഭിക്കണമെന്നും ഒക്കെ ദൈവം കരുതിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്നവർക്ക് ദൈവം അത് കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ അബ്രഹാം ഹാഗറിനെയും ഇസ്മായിലിനെയും ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അല്പം അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് വിടുകയാണ്. ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു വരയുമ്പോൾ ഒടുവിൽ വെള്ളം തീർന്നു. മരുഭൂമിയല്ലേ, കുട്ടിയുടെ മരണം കാണണ്ട എന്ന് വിചാരിച്ച് ഹാഗർ ആ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിലേക്ക് ഉപേക്ഷിച്ചിട്ട് ദൂരെ മാറിയിരുന്ന് കരയുകയാണ്. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി, ഹാഗാറെ, നീ നിലവിളിക്കുന്ന എന്ത്? നീ ബാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക, അവൻ വലിയൊരു ജാതിയാകും. അവൾ കണ്ണു തുറന്നാറെ കണ്ടത് ആ മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വചനം എഴുതിയിരിക്കുന്നത്, അവൾ താങ്ങി എഴുന്നേൽപ്പിച്ചു, ബാലിനെ കുടിപ്പിച്ചു, അവൻ മരിച്ചില്ല. ആ ഉറവ ഇന്ന് വരെയും ഇരിക്കുന്നു. ദൈവം നേരത്തെ കരുതിയ കരുതലുകൾ കാണാൻ നമ്മുടെ കണ്ണ് ദൈവം തുറക്കണം. ഹല്ലേലൂയ. നമ്മൾ കാണുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. യോബിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടായിരുന്നു. ദൈവം വേലി കെട്ടിയിരുന്നു. നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും സാത്താൻ അത് കാണുന്നുണ്ട്. എലീശ പ്രവാചകന്റെ ചുറ്റും, അവന്റെ ഭവനത്തിന് ചുറ്റും ദൂതന്മാരുടെ കാവൽ, അഗ്നിമയമായ അശ്വങ്ങളും രഥങ്ങളും നിറഞ്ഞിരിക്കുന്ന കാഴ്ച പ്രാർത്ഥിക്കുന്ന എലീശ കണ്ടു. ഹല്ലേലൂയ. അപ്പൊ ദൈവം നേരത്തെ കരുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ളത് അവൻ കരുതുന്നു, മുൻകൂട്ടി ചിലത് കരുതുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. അത്
നടക്കുവാനായി എൻ്റെ ദൈവം നടത്താൻ ശക്തനാണെന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ദൈവം കരുതിയിട്ടുണ്ട്. അബ്രഹാം തൻ്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനായിട്ട്, യാഗം കഴിക്കാനായിട്ട് മോറിയ മലയിലേക്ക് പോകുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ മകൻ ചോദിക്കുക, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? മകനെ, യഹോവ തനിക്ക് യാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിയിട്ടുണ്ട്. അതായിരുന്നു മറുപടി. ഹല്ലേലൂയ. ഒടുവിൽ ദൈവത്തിന്റെ കരുതൽ വിശ്വാസത്താൽ അബ്രഹാം പറഞ്ഞത് സംഭവിച്ചു. കരുതൽ വെളിപ്പെട്ടു. കൊമ്പ് കുരുങ്ങി കിടന്ന കോലാട്ടിൻകുട്ടിയെ അവിടെ യാഗമർപ്പിച്ച് ഇറങ്ങി വരുമ്പോൾ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ ഇരേ. ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിടുക. എന്താ കാര്യം? യഹോവ തന്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. തക്ക സമയമാകുമ്പോൾ അവൻ തന്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും തക്ക സമയമാകുമ്പോൾ. ഹല്ലേലൂയ. അതിനുള്ള വഴി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. അതെ, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടത് എന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ദൈവം മുൻപേ കാണുന്ന ദൈവം കരുതിയിട്ടുണ്ട് കേട്ടോ. സംശയിക്കണ്ട. 2026 തുടക്കമായിട്ടും നീക്കൊന്നും കാണുന്നില്ലോ എന്ന് ചിന്തിക്കണ്ട. ദൈവം കരുതിയിട്ടുണ്ട്. അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടണ്ട, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അറിയിച്ചാൽ മതി. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നമ്മളെ ടെൻഷനൊക്കെ ദൈവം മാറ്റും. നമ്മുടെ ചിന്തകൾക്കകത്തും വിചാരങ്ങൾക്കകത്തും ദൈവത്തിന്റെ സാന്നിധ്യം വരും, സമാധാനം വരും. സ്തോത്രത്തോടെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ മതി. പരിഭവം വേണ്ട, പരാതിയും വേണ്ട, നടന്നില്ലല്ലോ ചിന്തിക്കേണ്ട. ദൈവം നടത്തുമെന്ന് പറഞ്ഞു. അതെ, അവൻ നടത്തിയിരിക്കും. സമയമാകുമ്പോൾ അവന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ദൈവം, അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ടില്ലെന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ടില്ല. അതെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവം നമുക്ക് വേണ്ടി കരുതും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതും. അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു നൽകിയ കർത്താവേ, പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം അവനോടുകൂടെ സകലതും ഞങ്ങൾക്ക് വേണ്ടി കരുതിയതിനായി നന്ദി. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഏതൊക്കെ വിഷയത്തിലാണ് വിഷമിക്കുന്നത്, ഭാരപ്പെടുന്നത്, കർത്താവേ, അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തെക്കുറിച്ച്, കർത്താവേ, അവരുടെ തലമുറയുടെ ഭാവിയെക്കുറിച്ച്, ദൈവമേ, അവരുടെ കടഭാരം, ഞെരുക്കം, രോഗ അവസ്ഥകൾ, കർത്താവേ, ഭവനത്തിൻ്റെ വിഷയങ്ങൾ, മറ്റ് നിന്ദകൾ, പരിഹാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുകയാണ്. കോടതി വ്യവഹാരങ്ങളൊക്കെ കർത്താവെ, ആ വിഷയത്തിലൊക്കെ കൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ദൈവം കരുതണമേ. ദൈവം ഇറങ്ങി വരണമേ. കർത്താവെ, അവർക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം ഒരുക്കിയത് വെളിപ്പെട്ടു വരട്ടെ. ഈ മക്കൾക്ക് വേണ്ടിയുള്ള അത്ഭുതകാരം ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. കർത്താവെ, പ്രാർത്ഥന കേൾക്കും. നിന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. കർത്താവ് അത്ഭുതം ചെയ്യും. സ്തോത്രം. ഈ സന്ദേശം പതിവ് പോലെ കുറേ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.